ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും വീട്ടിൽ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ, അതായത് 28-ാം തീയതി. ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് PTM ആണ്, അതായത് പാരൻസ് ടീച്ചർ മീറ്റിംഗ്. സോ അതിന് വേണ്ടിയിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്, പാരൻസിനൊക്കെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. ഇന്ന് ബസ് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. നമ്മളെ വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സും അപ്സൊക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യലി എൻ്റെ വർക്കിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഒരു ടീച്ചിങ് ജോബും അതിൻ്റെ കൂടെ കുട്ടികളുടെ പഠിത്തം, അവരുടെ കാര്യങ്ങൾ, സ്ട്രെസ്, ടെൻഷൻ മൊത്തം കടന്ന് കൂടി കയറിയിട്ടാണ് എനിക്ക് എന്താ പറയുക. പിന്നെ പൊല്യൂഷന് പനി വന്നു, ആ പനി എനിക്കും ആയി. അങ്ങനെ അങ്ങനെ എല്ലാം കൂടി ടോട്ടലി ഞാൻ അങ്ങ് അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. പക്ഷേ എല്ലാം ബാക്ക് ടു ട്രാക്ക് വന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് 3rd സ്കൂൾ ക്ലോസ് ചെയ്യും. സോ അതിന് മുന്നേ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് ഡെഡ് ലൈൻസും കാര്യങ്ങളുണ്ട്. മാർക്ക് അപ്ലോഡ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെസ്സിൽ ഞാൻ പെട്ടുപോയി. അല്ലാതെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാതിരിക്കാനുള്ള കാരണമൊന്നുമല്ല. ഇനിയിപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് വേറെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡെഡ് ലൈൻസ് ഇല്ല, ആരും ഇൻഫോം ചെയ്യാനില്ല, ആരും മെസ്സേജ് അയക്കാനില്ല, നമ്മളെ ടോർച്ചർ ചെയ്യാനില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും നോക്കിയാൽ പിന്നെ നാട്ടിലെത്തിയിട്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. എനിക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാത്രം നമുക്ക് അന്നേരം റീതിങ്ക് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ വീഡിയോസ് ഇടാതെ ഇരുന്നത്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാപ്ടോപ്പ് മടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡേ അങ്ങ് കംപ്ലീറ്റ്ലി പോയി. അതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ഖത്തറിലുള്ള എല്ലാ ആൾക്കാരും പേടിച്ച് വരച്ചൊരു ദിവസമായിരുന്നു ചൊവ്വാഴ്ച, ട്യൂസ്ഡേ. അപ്പോൾ പതിവ് പോലെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അവരൊക്കെ ഉറക്കാൻ കൊടുത്ത്, ഞാൻ നേരത്തെ അവർ ഉറക്കുന്ന ടൈപ്പാണ്. കാരണം രാവിലെ 4:35 ആകുമ്പോൾ അവർ എണീക്കണം. അപ്പോൾ അവരൊക്കെ ഉറക്കാൻ കിടത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ലാപ്ടോപ്പും കൊണ്ട് സോഫയിൽ അവിടെ ഇരുന്ന് എന്തോ കുത്തി എന്നുള്ളത് ഇതിൽ എൻ്റെ പുറത്തെ ബാൽക്കണി ഡോറ് ആരും ഒന്ന് മുട്ടി. ഞാൻ 1 പ്രാവശ്യം നോക്കി, 2 പ്രാവശ്യം നോക്കി. ആ മുട്ടലിൻ്റെ ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വരികയാണ്. ഭയങ്കരമായിട്ട് കള്ള രാത്രി വന്ന് നമ്മുടെ ഡോറ് അങ്ങനെ മുട്ടില്ല, എന്നാലും ആ ഒരു എഫക്റ്റ് നന്നായിട്ട് ഷേക്ക്. ഞാൻ പറഞ്ഞാൽ ആരാണ് കോനയായി പോയി. കാരണം എൻ്റെ ബാൽക്കണിയിലേക്ക് വേറെയും ആൾക്കാർക്ക് വരാനുള്ള റൂട്ടുണ്ട്, അതായത് ബാക്കിലേക്കൂടെ. സോ ഞാൻ വെച്ചാൽ ആരെങ്കിലും മേലെ നിന്ന് വെള്ളത്തിൻ്റെ ടാങ്കോ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടായിരിക്കാം, ആരെങ്കിലും കയറി നോക്കിയെന്നതായിരിക്കാം. ഞാൻ ചോദിച്ചു ആരാണ്, പക്ഷെ നിർത്തുന്നില്ല. അത്രക്കും സ്ട്രോങ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര പാനിക്കായി. എൻ്റെ മോൻ വന്നു, അമ്മ എന്നാ പറ്റി, അവൻ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു റെസ്പോണ്ടും ഇല്ല, നന്നായിട്ട് ഷെക്കിയാണ്. ആരായാലും പേടിച്ചു പോകും. ഞാൻ വേഗം എൻ്റെ മെയിൻ ഡോറ് തുറന്നിട്ട്, ഞാൻ താഴെ കുറച്ച് നേപ്പാളി സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ആൻസലി സ്റ്റാഫ്. സോ അവരെ വിളിച്ചപ്പോൾ അവർ വേഗം എൻ്റെ ഒച്ച വിട്ടിട്ട് ഓടി വന്നു. അവർ ചോദിച്ചു വാട്ട് ഹാപ്പൻ, ക്യാവാ. ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഡോർ ആരോ മുട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വൈകിട്ടാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ശബ്ദം കേട്ട് ഇവരൊക്കെ താഴെയുള്ളവരൊക്കെ മേലേക്ക് വരാൻ തുടങ്ങി. മേലേക്ക് വന്നിട്ട് അവർക്ക് എൻ്റെ ബാൽക്കണിയിൽ നോക്കാൻ ഒരു ആക്സസ് ഉണ്ട്, പുറത്തെ ഇതിലെ കൂടെ. അപ്പോൾ അവർ നോക്കുമ്പോഴേക്കും എൻ്റെ ഡോറിൽ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുണ്ട് പെട്ടെന്ന് ആ കൊച്ച് മേലേക്ക് നോക്കുമ്പോഴേക്ക് ഒരുപാട് ഗോളങ്ങൾ, നമ്മൾ തീ ഗോളങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഗോളങ്ങൾ. ഇതെന്താ ബോംബാണോ അതോ മിസൈലാണോ? അപ്പോഴാണ് എനിക്ക് പാനിക് ആവാൻ തുടങ്ങിയത്. അപ്പോൾ താഴെ നിന്ന് എല്ലാവരും വന്ന് മേലേക്ക് നോക്കുമ്പോഴേക്കും മിസൈലാണ്. ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ മക്കളെയും കൂട്ടി താഴേക്ക് വാ. പുള്ളി അപ്പോഴേക്കും അൽക്കോറിലാണ്. എന്നിട്ട് ഞാൻ അവരെ റൂമിൽ പോയി. അപ്പോഴേക്കും മിസൈൽ അറ്റാക്ക് ഫുള്ള്, കുറേ പ്രശ്നങ്ങൾ. എന്താണെന്ന് പറയുക, ആർക്കും ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടുത്തെ അമേരിക്കൻ ബേസ് ഉണ്ടല്ലോ, ആ ബേസിൽ കാരണം അത് തിരിച്ചയച്ചു. അവർ തന്നെ അത് ബ്ലോക്ക് ചെയ്തു. അത് കറക്റ്റ് ടൈമിന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിക്കാണും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റും. പക്ഷെ കുറേ പാർട്സൊക്കെ എവിടെയോ കണ്ടു എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ട്, അതറിയില്ല. സോ അങ്ങനെയാണ് നമ്മളന്ന് അന്ന് രാത്രി ഖത്തറിൽ ആരും ഉറങ്ങിക്കാണില്ല. ഇന്ന് രാത്രി ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ഡേ സ്കൂൾ കിട്ടോ, അതെന്താണ് പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സോൾവ് ആയോ, അങ്ങനെ ഇങ്ങനെ കുറേ സംസാരമായിരുന്നു. വാട്സപ്പ് മെസ്സേജസ് വരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നു, പാരൻസ് ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നു. അങ്ങനെ ഫുൾ അലങ്കോലമായിരുന്നു.
അപ്പോൾ എന്തോ ഭാഗ്യം നമുക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ നന്നായിട്ട് കുലുങ്ങി. കാരണം ഖത്തർ എന്ന് പറയുന്നൊരു ചെറിയൊരു രാജ്യമാണ്. എന്ത് വന്നാലും നമ്മൾ അറിയും. അതാണ്, ഒരു മഴ വന്നപ്പോഴും നമ്മൾ അറിയാറില്ല. പക്ഷേ ഇത് വന്നപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു, നമ്മളെല്ലാവരും ഞെട്ടി, പാനിക്കായി. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അവധിയായിരുന്നു. അവർ സ്ട്രിക്ട്ലി പറഞ്ഞു എല്ലാവരും വീട്ടിലിരിക്കുക, പുറത്തിറങ്ങാൻ പാടില്ല, പെട്ടെന്ന് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ബാഗിൽ റെഡിയാക്കി വെക്കുക, പാസ്പോർട്ട് ID കാർഡ് അതൊക്കെ റെഡിയാക്കി വെക്കുക. എന്ത് പെട്ടെന്നൊരു ആവശ്യം വന്നാലും നമുക്ക് ഇറങ്ങി ഓടാനുള്ള ആ ഒരു സിറ്റുവേഷൻ, അതായിരുന്നു അവിടെ പ്രശ്നം. ബട്ട് താങ്ക് ഗോഡ് എല്ലാം ബാക്ക് ടു നോർമലായി. പിന്നെ സ്കൂൾ ക്ലോസിംഗ് ആയി, അതിൻ്റെ കുറച്ച് തിരക്ക്, അങ്ങനെ ഓടൽ ചാടൽ, ലാപ്ടോപ്പിൽ ഇരിക്കൽ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടോ, പിന്നെ നാട്ടിലേക്ക് പോകാറായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇടാതിരുന്നത്, ആ ഒരു തിരക്കൊന്ന് ഒഴിയട്ടെ എന്ന് കരുതി. അപ്പം പറ്റുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഒക്കെ നാട്ടിൽ നിന്ന് എത്തിയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കട്ടെ. ഞാനത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇത് തന്നെ ഇപ്പം ഒരു 2 ദിവസം മുന്നേ വേറൊരു വീഡിയോ എടുത്തു, അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്, ബട്ട് ആ എഡിറ്റ് ചെയ്യാനുള്ള ടൈമിൻ്റെ ആണ് പ്രശ്നം. അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ദിവസം പോലെ തന്നെ നല്ലൊരു ഡേ ആയി മാറി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ.